അപ്പോളേ നമ്മളെല്ലാവരും കൂടി കണ്ണൻ്റെ ശങ്കുവിൻ്റെ വർക്ക് സൈറ്റിൽ, അതായത് ഹൗസ് വാമിങ് കാണാൻ പോകുന്ന വർക്ക് സൈറ്റ് അല്ല, അവരുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇന്ന് ഹൗസ് വാമിങ് ആയിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഹാമ്പർ ആട്ടോ എൻ്റെ കയ്യിരിക്കുന്നത്. എൻ്റെ ഹാമ്പർ പിന്നെ ഞാൻ ആരുടെ കയ്യിലും കൊടുക്കില്ലല്ലോ. അങ്ങനെ എൻ്റെ സാധനങ്ങളൊന്നും ഞാൻ പൊതുവെ ആരെ കൊണ്ടും പിടിപ്പിക്കാറില്ല. വേറൊന്നുമല്ല, ഇതിപ്പോൾ വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അതിനകത്ത് കുറച്ച് ജില്ലിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കായി വെറുതെ പ്രശ്നം വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. കാരണം അത് ഷെയ്ക്ക് ആവത്തില്ല, കാരണം സ്റ്റിക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത്. എന്നാൽ കൂടി ഞാൻ തന്നെ ചെയ്തുകൊണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ പിടിച്ചോളാം, ഒത്തിരി കനമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ. ഇവരുടെ ഫ്രണ്ടിൽ വണ്ടിയൊക്കെ വരും. പക്ഷേ ഇപ്പോൾ ഹൗസ് വാമിങ് ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ വെച്ച് ഞങ്ങൾ കാർ വേറെ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തേ. അതല്ലേ നല്ലത്, കുറച്ചുകൂടെ ചെറിയ വഴിയൊക്കെയാണ്. പിന്നെ ഒരു കോലം വരച്ചിരിക്കുന്നത് കണ്ടോ, തമിഴന്മാരായോണ്ട് കേട്ടോ കോലമൊക്കെ വരച്ച് ആ ഒരു സെറ്റപ്പ്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഇങ്ങനത്തെ ഒരു ഹൗസ് വാമിങ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കൂടുന്നത്. എപ്പോഴും നമ്മുടെ മലയാളീസിൻ്റെ ഹൗസ് വാമിങ് അല്ലേ കൂടുന്നത്, ഇങ്ങനെ ഒരു ടീമിൻ്റെ ഹൗസ് വാമിങ് ആദ്യമായിട്ടല്ലേ. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ കാണിച്ചതായിരിക്കുമല്ലോ, ആ ഒരു ടെസ്റ്റ് വർക്കും കാര്യങ്ങളും. പിന്നെ ഇത് കാണിക്കാൻ കാര്യം കുടം വെച്ചിട്ടുള്ള സംഭവമില്ല, അതെനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇവരുടെ പൂജാമുറി. പിന്നെ എൻ്റെ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പൂജാമുറിയിൽ വെച്ച് തന്നെ ഗിഫ്റ്റ് കൊടുത്തത്. കാരണം അതിനകത്ത് ഗണപതിയുടെ ചെറിയതും പിന്നെ സെറ്റ് സാരി അങ്ങനെയല്ല, അപ്പോൾ കുറച്ച് ട്രഡീഷണൽ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു പൂജാമുറിയിൽ വെച്ച് തന്നെ ഗിഫ്റ്റ് കൈമാറാമെന്ന് കരുതിയിട്ട്. അതായിരുന്നു ഹൗസ് ഓണറും വൈഫും. അടിപൊളി ആൾക്കാരാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇവരുടെ ഫുഡ് ഒരു രക്ഷയില്ല. ആ ഒരു ഇതല്ല, ചക്കരപ്പൊങ്കൽ അവരുണ്ടാക്കിയതാണ്. നല്ല മധുരവും നല്ല രുചിയായിരുന്നു കേട്ടോ. നല്ല നെയ്യുടെ ആ ടേസ്റ്റും എല്ലാം വെച്ചിട്ട്. അപ്പോൾ വീടിൻ്റെ അകത്തോട്ടുള്ള ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിക്കുന്നത്. ഇത് ഒരു ബെഡ്റൂം, പിന്നെ ഒരു ബെഡ്റൂം മാത്രമല്ല 2 ബെഡ്റൂമുണ്ട്. അത് 2 ബാത്റൂം അറ്റാച്ച്ഡാണ്. അതെ ബാത്റൂം അറ്റാച്ച്ഡ് തന്നെ ഓർക്കുമായിരുന്നാണെന്ന്, കാരണം അത് കാണത്തില്ല, കാരണം കുറച്ച് സൈഡിലായിട്ടായിരുന്നു ലാസ്റ്റ് കാണിക്കാൻ കേട്ടത്, എടുത്തില്ലായിരുന്നു. പിന്നെ ഓപ്പൺ കിച്ചണാണ്. ഈ ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഭയങ്കര വൃത്തിയാക്കി ഇടണം, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ, എന്ന് വെച്ചാൽ വൃത്തിയിടാവും. പിന്നെ ഇത് ഈ ഒരു ഭാഗമാണ് കൈ കഴുകുന്നത്, അതുപോലെ തന്നെ വാഷ് ഏരിയ. പിന്നെ ഇതാണ് പൂജാമുറി. ഇപ്പോൾ പൂജാമുറി നോക്കിച്ചപ്പോൾ ഇതാണ് നല്ലത് എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ ആക്കിയെന്ന് ഒക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അവർ. അത്യാവശ്യം പൂജാമുറിയും കൊള്ളാം. പിന്നെ കുറച്ചും കൂടിയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു കബോർഡിനകത്ത് ഇതുപോലെ എണ്ണയും സാധനമൊക്കെ വയ്ക്കാൻ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടിയൊക്കെ പൂജാമുറി ലൈറ്റ്സും അതുപോലെ മണിയൊക്കെ തൂക്കി കഴിയുമ്പോൾ അടിപൊളിയാകും എന്നാണ് അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്. അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ഇപ്പം ഇത് തന്നെ ഒത്തിരി പൈസ ആയിട്ടുണ്ട് കേട്ടോ. റിനോവേഷൻ വർക്കിന് പൊതുവേ അത്യാവശ്യം നല്ല പൈസ ആകുമല്ലോ. അങ്ങനെ അപ്പോൾ അതൊരു ബെഡ്റൂം ആയിരുന്നു അതിൻ്റെ അപ്പുറത്ത് കണ്ടോ. പക്ഷേ അവിടെ നിറച്ച് ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നില്ല. ഇത് ഈ ബെഡ്റൂമിൻ്റെ സൈഡിലാണ് ഞാൻ പറഞ്ഞത് ബാത്റൂം. 2നും അറ്റാച്ച്ഡ് ആണ്, പക്ഷേ ഒരു മറയത്ത് വന്നിരിക്കുന്നതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട് കണ്ട. ആ ഡ്രസ്സിൻ്റെ കബോർഡെല്ലാം അടിപൊളിയാണ്. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി കുറച്ച് നേരം പുറത്തു വന്നിരുന്ന് ഭയങ്കരമായ സംസാരം. അപ്പോൾ ഓരോ കാപ്പിയൊക്കെ കുടിച്ചിരിക്കാന്ന് വെച്ചാൽ അങ്ങനെ കാപ്പിയെല്ലാം കുടിച്ച് അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോരുവാണ് കേട്ടോ. കാരണം വീട്ടിലോട്ടല്ല, ഇനി കുറേ കറക്കങ്ങളും ഇതിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിതേ പോരുവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.